മണമുള്ള പൂ ചൂടി കവിള് ചൂടി. ഞാൻ ശരിക്കും മൂഡ് ഓഫ് ആയിട്ടിരിക്കായിരുന്നു കേട്ടോ. പക്ഷെ ഇതൊക്കെ കണ്ടാൽ എങ്ങനെയാണ് മൂഡ് ഓഫ് ആയിട്ടിരിക്കാൻ പറ്റുക? അതുകൊണ്ട് ഞാൻ മൂഡൊക്കെ സെറ്റ് ചെയ്ത് കണ്ണേട്ടൻ്റെ കൂടെ ഫർണിച്ചർ അസംബിൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ഇന്ന് നമ്മളൊരു ബെഡ് സൈഡ് ടേബിളാണ് കേട്ടോ അസംബിൾ ചെയ്യുന്നത്. കുറേ ഫർണിച്ചറൊക്കെ ഓൾറെഡി അസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കാർഡ്ബോർഡ് ബോക്സിലാണ് കേട്ടോ നമുക്ക് ഫർണിച്ചേഴ്സ് കിട്ടുക. പീസ് ആയിട്ടാണ് കിട്ടുക. നമ്മളതൊക്കെ കൂടെ അസംബിൾ ചെയ്തെടുത്താൽ മതി. ഞാൻ ഒന്ന് പുറത്തിറങ്ങിയതാണ്. പുറത്ത് നല്ല വെളിച്ചമുണ്ട്. ഇവിടെ സമ്മർ ആകുമ്പോൾ എങ്ങനെയാണ് കേട്ടോ, ഒരു 8:30 മണി വരെ നല്ല വെളിച്ചം ഉണ്ടാവും. 8:30 അല്ല, ഒരു 9 മണി വരെയൊക്കെ രാത്രി നല്ല വെളിച്ചം ഉണ്ടാവും. ഞാൻ സഹായിക്കാം. ആ, ചെറിയൊരു തണുപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിരിക്കാൻ നിന്നില്ല അസംബിൾ ചെയ്യാൻ. നമ്മൾ എല്ലാം കൂടെ അകത്തോട്ട് കൊണ്ടുവന്ന് അവിടെ ഇരുന്നാണ് അസംബിൾ ചെയ്യുന്നത്. അപ്പം ഞാനും കണ്ണേട്ടനും ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് മുന്നേ ചെയ്ത ഫർണിച്ചേഴ്സിലും ഞാനും ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ ഒരു മാനുവൽ കിട്ടും ഇതിൻ്റെ ഒപ്പം, ഇൻസ്ട്രക്ഷൻസ് ഉള്ള. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 എന്നൊക്കെ പറഞ്ഞ് അതിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ടാവും. അതിന് അതേപടി തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഫർണിച്ചർ അതേ ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇതാണ് കണ്ണേട്ടൻ്റെ വിശ്വവിഖ്യാതമായ ടൂൾ ബോക്സ്. ഇത് മേടിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഒരുപാട് വഴക്കിടും കേട്ടോ. എന്തിനാണ് ഈ സാധനങ്ങൾ വെറുതെ മേടിച്ചു കൂട്ടുന്നത്, പൈസ ചിലവാണ് അതിന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഒരാവശ്യം വരുമ്പോൾ ഈ സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം അധികം പുച്ഛിക്കാൻ പോകാറില്ല. അപ്പോൾ കണ്ണേട്ടൻ അതൊക്കെ കൂടെ ഇരുന്ന് അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെറുതെ വീഡിയോ എടുക്കാൻ മാത്രമല്ല, ഇടയിൽ കൂടെ ചെറുതായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വിശന്നു. അപ്പം നമ്മൾ ഇത്രയും ആക്കി കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൂടെ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയി കേട്ടോ. ഞാൻ ഇവിടുന്ന് കഴിച്ചുണ്ട്. അങ്ങനെ എൽജനയിൽ ചാർക്കോൾ ചിക്കനും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ വലിയ തരക്കേടില്ലാത്തൊരു ഫുഡാണ് എൽജനയത്തെ ചാർക്കോൾ ചിക്കൻ. ഇതിൻ്റെ കൂടെ ഒരു വലിയ ബോക്സ് ഓഫ് ഫ്രഞ്ച് ഫ്രൈസും കിട്ടാറുണ്ട്. ഞാൻ പൊതുവേ ഈ പൊട്ടാറ്റോ ചിപ്സിൻ്റെ വലിയൊരു ആരാധകയല്ല. പക്ഷെ എന്തോ ഇന്നലെ ആ ബോക്സ് കംപ്ലീറ്റ് ഏറെക്കുറെ കഴിച്ചു തീർത്താൽ ഞാൻ തന്നെ ആയിരിക്കും. എന്തോ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാൻ കണ്ണേട്ടനും കൊടുത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട് കാരണം ഫുഡിൻ്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ ബൈ, സീ യു.